വരും കാലത്തെ മലയാള ഭാഷ എങ്ങനെയിരിക്കും? വിശേഷിച്ചും മലയാളത്തിലെ പത്രഭാഷ അല്ലെങ്കിൽ മാധ്യമ ഭാഷ. പല ആളുകൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള മറുപടികൾ വരാറുണ്ട്. എന്നാൽ കൂടുതൽ പേരും പറയുന്നത് വരും കാലത്തെ മലയാളം ഒരു തരത്തിലുള്ള സങ്കര ഭാഷ ആയിരിക്കുമെന്നാണ്. സംസാര ഭാഷയിൽ നിന്നും അന്യഭാഷയിൽ നിന്നും ഔപചാരിക ഭാഷയിൽ നിന്നും അനൗപചാരിക പ്രയോഗങ്ങളിൽ നിന്നുമൊക്കെ കടമെടുത്ത വാക്കുകൾ കൊണ്ട് ചേർത്ത ഒരു സങ്കര ഭാഷ, ഇതായിരിക്കും വരും കാലത്തെ മലയാളം എന്നാണ് പലരും പറയുന്നത്. ഈ പറയുന്നവരിൽ മുന്നിൽ നിൽക്കുന്നത് മാധ്യമങ്ങളിലുള്ളവർ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ നടത്തിപ്പുകാരാണ്. ഈ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അവരായി ചില കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ശേഷം ഒരു പത്രത്തിൽ കണ്ടിരുന്നു. ഡെലുലു സൊലുലു എന്നാണ് അവിടെ കണ്ട ശീർഷകം. അതിന്റെ ഒരു വിശദീകരണക്കുറിപ്പ് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുമുണ്ട്. ജെൻസി തലമുറയുടെ നിരന്തര പ്രയോഗം കൊണ്ട് മലയാളത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട പദങ്ങളാണത്രേ ഈ ഡെലുലുവും സൊലുലുവും. ഡെലൂഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്ന്, അതായത് മിഥ്യാബോധം എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ആ വാക്കിൽ നിന്ന് രൂപം കൊണ്ടതാണ് പോലും ഡെലുലു. പരിഹാരം അഥവാ സൊല്യൂഷൻ, അതിൽ നിന്ന് ഉണ്ടായതാണത്രേ സൊലുലു. ഇത് ഈയിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു പ്രയോഗമാണ്. ഓരോ സിനിമയിലൂടെയും പ്രചാരം നേടുന്ന ഇത്തരം പ്രയോഗങ്ങളെ മലയാള ഭാഷയുടെ ഭാഗമാക്കി ചേർത്തേ അടങ്ങുമെന്ന് ഒരു വാശി നമുക്കൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ടാവാം ഒരു 1-ാം പേജിൽ തന്നെ ഇത്തരം ഒരു ശീർഷകം നൽകിയിരിക്കുന്നത്. സിനിമയുടെ വക ഡെലുലു, പത്രം വക സൊലുലു. വേണ്ടി വന്നാൽ ഭാഷയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെ നാളെ നമ്മൾ വിപ്ലവകരം എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും പറയുക? റവല്യൂഷണറി എന്നോ? അതിന് സാധ്യതയില്ല. ഇപ്പോഴത്തെ രീതി വെച്ച് റവല്യൂലു എന്നായിരിക്കും പറയുക. മറ്റു പത്രങ്ങളിലെ ബജറ്റ് വാർത്തയിൽ ഈ പ്രയോഗങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രയോഗം എവിടെ നിന്ന് വന്നോ അതുതന്നെയാണ് ഇവിടത്തെ ഒക്കെ ശീർഷകവും. സർവം ക്ഷേമം എന്ന് കേരളകൗമുദിയിലുണ്ട്. ദേശാഭിമാനി നൽകിയിരിക്കുന്നത് സർവം ക്ഷേമം എന്ന ശീർഷകമാണ്. സർവം മായ എന്ന് മാധ്യമം പറയുന്നുണ്ട്. ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായത് മാതൃഭൂമിയാണ്. അവിടെ മനസ്സിലോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മനസ്സിൽ വോട്ടാണ് ഉള്ളത് എന്ന്. ഊന്നൽ ക്ഷേമത്തിലാണ് എന്ന കാര്യവും അവിടെ പറയുന്നുണ്ട്. ഇവിടെ രസകരമായി തോന്നുന്നത് ഒരു സിനിമയുടെ പേരിൽ നിന്നാണ് മിക്കവരും ശീർഷകം കണ്ടെത്തിയിരിക്കുന്നത്. സർവം എന്നൊരു വാക്ക് ആ സിനിമ പേരിലുണ്ട്. സാധാരണമായി പത്രങ്ങൾ സർവം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? വാ ഇരട്ടിക്കാതെയാണ് എഴുതുന്നത്. മിക്ക പത്രങ്ങളുടെ ശൈലി സർവം എന്ന് അല്ലെങ്കിൽ സർവകലാശാല എന്നൊക്കെ എഴുതുമ്പോൾ വാ ഇരട്ടിക്കാറില്ല. അങ്ങനെ വാ എന്ന അക്ഷരം ഇരട്ടിക്കാത്ത പത്രങ്ങൾ പോലും ഇവിടെ ശീർഷകം എഴുതിയപ്പോൾ വാ ഇരട്ടിച്ച് തന്നെയാണ് നൽകിയത്. കാരണം എന്താണ്? ആ സിനിമാ പോസ്റ്ററിലെ അതേ അക്ഷരം എടുത്ത് അതേപടി വെച്ചിരിക്കുകയാണ്. പത്രശൈലിയുടെ കാവലാൾ സിനിമാ പോസ്റ്റർ കാണുമ്പോൾ കാവാത്ത് മറക്കുന്നത് മോശമല്ലേ? ബജറ്റ് വാർത്തയ്ക്കിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാം. ജെൻ സി തലമുറ എന്ന് ഒരു പത്രം പ്രയോഗിച്ചിട്ടുണ്ട്. ജെൻ സെഡ് എന്നെഴുതുന്നതാണ് നാം ജെൻ സി എന്ന് വായിക്കുന്നത്. 1996-നും 2010-നും ഇടയ്ക്ക് ജനിച്ച ആ ഒരു തലമുറയാണ്. അവരെയാണ് ജെൻ സി എന്ന് നമ്മൾ പറയാറുള്ളത്. ഇവിടെ ജെൻ സി എന്ന് പറയുമ്പോൾ തന്നെ സി തലമുറ എന്ന് അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു തലമുറ ചേർക്കേണ്ട ഒരു കാര്യവുമില്ല. പല പത്രങ്ങളും ജെൻ സി തലമുറ എന്നൊക്കെ എഴുതുന്നുണ്ട്. അതിൽ നിന്ന് ഒരു തലമുറ വെട്ടിക്കളയാവുന്നതാണ്. മറ്റൊന്ന് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയാണ്. കഴിഞ്ഞ 1-2 ബജറ്റുകളിലായി എല്ലാവരും പറയുന്നുണ്ട് വികസനം ഇനി വരാനിരിക്കുന്നത് വിഴിഞ്ഞത്ത് കൂടിയാണെന്ന്. അത് സത്യവുമാണ്. പക്ഷെ ഈ കാര്യം ഒരു പത്രം ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ നമുക്കൊരു സംശയം തോന്നുന്നു, എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ഭാവി കേരളം വളരും വിഴിഞ്ഞം വഴി എന്നാണ് എഴുതിയിരിക്കുന്നത്. റെയർ എർത്ത് കോറിഡോറിനെ കുറിച്ചാണ് അവിടെ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിഴിഞ്ഞം വഴി എന്നെഴുതിയിരിക്കുന്നിടത്ത് ഈ 2 വാക്കിനുമിടയിൽ ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഒന്ന് പറയാം, ചില്ലിട്ട് സൂക്ഷിക്കാവുന്ന ഒരു ശീർഷകമാണിത്. സംസ്ഥാന ബജറ്റ് വാർത്തയെ രസകരമാക്കി അവതരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ പലയിടത്തും കണ്ടിരുന്നു. ഒരു പത്രത്തിൽ ആനയോളമില്ല ആശയോളമുണ്ട് എന്ന് കണ്ടു. ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച കാര്യമൊക്കെ പറയുന്നിടത്താണ് ഈ ഒരു ശീർഷകം വന്നത്. ആശമാർക്ക് ആശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാർത്തയുടെ തൊട്ടടുത്ത് തന്നെ അല്പം കുസൃതിയോടുകൂടി ധനമന്ത്രിയുടെ കുടുംബത്തെ കാട്ടിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും ആശ എന്നാണ്. ബജറ്റിനെ കുറിച്ച് അല്പം മോശമായി പറഞ്ഞാലും
കുടുംബത്തെ ഒന്ന് തലോടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കണ്ടത്. ഒരു തരത്തിലുള്ള ബാലൻസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. രസകരമായ ഒരു പ്രയോഗം കണ്ടിരുന്നു, ഗിഗ് ബി എന്ന്. അതായത് ഗിഗ് വർക്കർമാരുടെ കാര്യം പറയുന്നിടത്താണ് ഈ ഒരു പ്രയോഗമുള്ളത്. ഗിഗ് ബി, ബിഗ് ബി എന്നൊക്കെയാണ് നാം പണ്ട് കേട്ടിട്ടുള്ളത്. കേരളത്തിന് എന്ത് കിട്ടിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കേന്ദ്ര ബജറ്റിനോട് പ്രതികരിച്ചത്. ആ പ്രതികരണമാകട്ടെ അങ്ങേയറ്റം ശക്തവുമായിരുന്നു, കടുത്ത ആക്ഷേപഹാസ്യവും അതിൽ നിറഞ്ഞിരുന്നു. ഭാവി ഭാരതം എന്ന് കേരള കൗമുദി പറയുന്നുണ്ട്. എന്നാൽ കേരളം ഏറെ പ്രതീക്ഷിച്ചു, നിരാശ സമ്മാനം എന്നാണ് ഇതേ പത്രം പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിന് കേന്ദ്ര ബജറ്റ് കൈത്താങ്ങാകില്ല എന്ന കാര്യമാണ് കേരള കൗമുദി അവിടെ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു പത്രത്തിൽ കേരളം ഉന്നയിച്ച 29 ആവശ്യങ്ങളും പരിഗണിച്ചില്ല. അതിനെക്കുറിച്ച് പറയുന്നത് കേരളത്തിന് തേങ്ങൽ എന്നാണ്. നാളികേര വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാകാം കേരളത്തിന് തേങ്ങ എന്ന് വേണമെങ്കിലും വായിക്കാം. കരയാമ പരിപാലനത്തിലൂടെ വിനോദസഞ്ചാരം വളർത്തുന്ന കാര്യത്തിനായിട്ട് ഉള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകിയതുകൊണ്ടാവാം ആമ എല്ലായിടത്തും കടന്നു വന്നിരുന്നു. കേരളത്തിന് കരയാമേ എന്ന് മാധ്യമത്തിൽ കണ്ടിരുന്നു. കേരളത്തിന് ആമ ജീവിതം എന്നാണ് മാതൃഭൂമി എഴുതിയത്. മലയാള മനോരമയാകട്ടെ ഒരു പടികൂടെ കടന്ന് ആമ നിർഭർ കേരളം എന്നാണ് എഴുതി കണ്ടത്. ശക്തമായ ആക്ഷേപഹാസ്യം അവിടെ കാണാനായി. കേന്ദ്രപ്പകയിൽ കേരളം മാപ്പിലില്ല എന്നായിരുന്നു ദേശാഭിമാനി പറഞ്ഞത്. മാപ്പില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 2 മഷി കൊണ്ടാണ് അച്ചടിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി മലയാള മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.